ഇനി പ്രതിപക്ഷം എന്ത് പറഞ്ഞു എന്നുകൂടി നമ്മൾക്ക് സ്വാഭാവികമായും നോക്കേണ്ടതുണ്ട്. സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങളിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രഖ്യാപനമാണ് വന്നത്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നു. നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ. ന്യൂ നോർമൽ കറക്റ്റാണ്. ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത് എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക. അപ്പോൾ കേരളത്തിലെ ഒരു ഫിസിക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല.